ചെറിയ പ്രായത്തോട്ടുണ്ടാകുന്ന ട്രോമകളുണ്ട്. ഇത് മാറ്റാൻ എന്തെങ്കിലും വഴികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 35 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരുടെ, അതായത് 35 വയസ്സിന് ശേഷം ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജ് ഉണ്ട് പുരുഷന്. ആ ഒരു സ്റ്റേജിൽ അവരുടെ ആത്മഹത്യയുടെ 40-42 വയസ്സിനിടയ്ക്കും ആത്മഹത്യ കണക്കെടുത്ത് നോക്കിയാൽ ഈ ആഫ്റ്റർ ഡെത്ത് നമ്മുടെ സോള് റെലനിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക എന്താ ഇപ്പം സംഭവിച്ചേ എന്നുള്ളൊരവസ്ഥയിലിരിക്കുക. അവിടെ നെഞ്ചു പിരിച്ചിട്ട് ഞാനിതെല്ലാം സഹിക്കും. ഇത് സഹിക്കുന്നതാണ് എൻ്റെ ക്വാളിറ്റി. എന്നെ ഉപദ്രവിക്കുമ്പോൾ അതെല്ലാം അടങ്ങിയിരുന്ന് കരയുന്നതാണ്. അത് തിരിച്ചുണ്ട് കേട്ടോ, പുരുഷന്മാരും ഉണ്ട് ധാരാളമായിട്ട്. ഓക്കെ, ആ സ്പേസിന് ഇപ്പുറത്തേക്ക് വേണ്ട, ഇതിനപ്പുറത്തേക്കുള്ളതാണ് എൻ്റെ സ്പേസ്. നമ്മൾ പറയില്ല മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ തന്നെ എപ്പോഴും ജീവിതത്തിൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വൈഡായ ഒരു ചർച്ച, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കണം. അതിൽ നിന്ന് പഠിക്കണം എങ്ങനെയാണ് ഈ വ്യക്തി ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള എഴുന്നേൽക്കുന്ന സമയം വ്യത്യാസപ്പെടും. 3:30 മണിക്കൊക്കെ നമ്മളൊക്കെ 3:30 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അല്ലാത്തവരോട് ഞാൻ പറയുന്നത് ഒരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാം, ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല. നമ്മളോടൊപ്പം ഷാഹിദ മാമാണ്. നമസ്കാരം. നമസ്തേ മാം, ഈ ചില ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ട്രോമകൾ, അതായത് കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രോമകൾ, അത് ചിലപ്പോൾ വെള്ളം കാണുമ്പോൾ, വെള്ളത്തിൽ വീണുണ്ടായ എന്തെങ്കിലും അപകടങ്ങളുണ്ടാവാം, തീ കാണുമ്പോൾ, ചെറിയ പ്രായത്തിൽ തീയിൽ കളിക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും അപകടങ്ങളാകാം, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ അടിയും വഴക്കും കണ്ട് വിവാഹം കഴിച്ച് പിന്നീട് ഒരു വിവാഹത്തിലേക്കും പോകാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ രക്ഷകർത്താക്കളെ കണ്ടുകൊണ്ട് ഇനി എനിക്കൊരു ലൈഫ് വേണ്ട, അത്തരത്തിലൊരു പേരൻ്റ് ആവണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അത്തരത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ചെറിയ പ്രായത്തോട്ടുണ്ടാകുന്ന ട്രോമകളുണ്ട്. ഇത് മാറ്റാൻ എന്തെങ്കിലും വഴികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. EFT എന്ന് പറയും, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. അതായത് അതൊരു തെറാപ്പി സെഷൻ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. മെഡിസിനൊക്കെ കഴിക്കുന്നവരുണ്ട്. മെഡിസിനെ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം നമ്മുടെ ഫീലിങ്സിനെ മെഡിസിൻ കഴിച്ചതുകൊണ്ട് കാര്യമില്ല. ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മെഡിസിൻ കൊണ്ടൊക്കെ നമുക്ക് ഭേദമാക്കാം. പക്ഷേ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്, അല്ലേ? നമുക്കിപ്പോൾ ഒരു പേടി, ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഒരു പേടിയെ എടുക്കാം. ചെറുപ്പത്തിൽ വെള്ളത്തിലൊരു അപകടം പറ്റിയ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ലൈഫ് ടൈം ആ ഒരു വെള്ളം കാണുമ്പോഴോ ഉയരം കാണുമ്പോഴോ, വീഴ്ചയല്ലേ സംഭവിച്ചത്, ഉയരം കാണുമ്പോഴൊക്കെ ആൾക്ക് വല്ലാത്ത പേടിയായിരിക്കും. ആൾക്ക് നീന്തൽ പഠിക്കാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതിന് ഈ പേടി കാരണം ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അവിടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്ലോക്കേജാണ് അവിടെ സംഭവിക്കുന്നത്. ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്ന ബ്ലോക്കേജസ് എന്ന് പറയുമ്പം നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്താണ്? നിങ്ങളുടെ മരണഭയം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ജനിച്ചാൽ വൺസ് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ എങ്ങനെയെങ്കിലും അസുഖം വന്നിട്ടോ ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു മരണത്തിലേക്കോ ഒക്കെ നമുക്ക് പോകുമെന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടി ഇതിനെ ഭയപ്പെടുന്നുണ്ട് ഏതൊരു മനുഷ്യരും. ഞാനും രാഹുലും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ അത് ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ? ഇല്ല. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളുടെ ഈ ആഫ്റ്റർ ഡെത്ത് നമ്മുടെ സോള് അവിടെ പോയിട്ട് റെലനിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക എന്താ ഇപ്പം സംഭവിച്ചേ എന്നുള്ളൊരവസ്ഥയിലിരിക്കുക. ചുറ്റുപാട് ഇത് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതെ, അതാണ്. അപ്പം അവിടെയാണ് നമുക്ക് ഈ പറയുന്ന മരണഭയം എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന അവസ്ഥ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പം പറ്റുന്നില്ലാത്തൊരു കാര്യത്തിലേക്കാണ് നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ പോകരുത്. പക്ഷെ ഇതിനെ നിങ്ങൾക്ക് തിരുത്തണം. നിങ്ങൾക്ക് ഈ ഒരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ തെറപ്പീസും മെഡിറ്റേഷൻസും പ്രാക്ടിക്കൽ സൈഡ് ഓൾസോ ഇതിൽ ഉൾപ്പെടുന്നതാണ്. നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. സംശയമുള്ളൊരു കാര്യത്തെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചെയ്ത് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മാത്സ് തെറ്റിക്കുമ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ എന്ന് പറയാം, വീണ്ടും എക്സസൈസ് ചെയ്ത് നിങ്ങൾ റൈറ്റിലേക്ക് എത്തൂ, അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കും, ഫോർമുലാസ് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലും ഇമോഷൻസിനെ നിങ്ങൾ വീണ്ടും ആ ഹുക്കിൽ തന്നെ കൊണ്ടുപോയി ഇടുക. ഒരു ലൂപ്പാണ്. ഇമോഷൻസിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഒരു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യപ്പെടുത്താത്ത, അതിലേക്ക് ഒരു ഫ്രീഡം തരാത്ത രീതിയിൽ ആ ലൂപ്പിൽ നമ്മളെ ഇങ്ങനെ ചുറ്റിച്ചു കൊണ്ടിരിക്കും. ആ ലൂപ്പിൽ നിന്ന് നമ്മൾ വൺസ് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് മാറി നാളെ ഒരിക്കൽ ഈ പറയുന്ന ഒരു വെള്ളത്തിലുള്ള പേടിയാണ് ഒരാൾക്ക് സംഭവിക്കപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തി വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് സ്വിമ്മിങ്ങിൽ ക്ലാസ്സിലൊക്കെ പോയി സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് ലെവലിലേക്ക് എത്തുന്നവരെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ആ ട്രോമ അവരിൽ നിന്ന് എടുത്ത് മാറ്റി. അതിനാണ് ഞാൻ പറഞ്ഞത് ടെക്നിക് രീതികളുണ്ട്. അതിപ്പോൾ അത്ര എലാബറേറ്റ് നമുക്കിവിടെ പറയാൻ പറ്റാത്തൊരു ഇതാണ്. അതിന് 21 ഡേയ്സിൻ്റെ 7 ഡേയ്സിൻ്റെ അതിൻ്റെ ട്രോമയുടെ അളവ് എന്താണെന്ന് നമ്മൾ നോക്കും.
ആ ഇമോഷൻസിനെ എങ്ങനെയാണ് ഇവരിൽ ബാലൻസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് വെള്ളത്തിന്റെ മാത്രമല്ല, അപകടങ്ങളുടെ ഇതൊരു ഹീലിംഗ് ടെക്നിക്കാണോ അതൊരു സൈക്കോളജി പരമായിട്ടുള്ള സൈക്കോളജിയും ഉണ്ട് ഇതിൽ. സൈക്കോളജിയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്, അതിനുശേഷം ഇതിൽ ഹീലിംഗും ഉണ്ട്. കാരണം ഈ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് റിയാലിറ്റിയിൽ വരുത്തിയിട്ട് നിങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യണമല്ലോ. അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ക്യാപ്പബിൾ ആവണമല്ലോ, നിങ്ങളുടെ ബോഡി അതിന് ക്യാപ്പബിൾ ആവണം. ആ കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ വളർന്നു വരണം. ഈ കപ്പാസിറ്റി എങ്ങനെ ഉണ്ടാകും? അത് ഹീലിംഗിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കാരണം അതിനെ പ്രോപ്പറായിട്ട് അവിടെ സ്റ്റാമ്പ് ചെയ്യുക എന്ന് പറയും. ആ ഇമോഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്ത് സ്റ്റാമ്പ് ചെയ്യുക. അവിടെയാണ് ഇവർക്ക് വീണ്ടും അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ, ഒന്ന് നമ്മളതിനെ കൂടെ നിൽക്കും എന്നുള്ളതാ. ചില സമയത്തൊക്കെ എനിക്ക് പോവേണ്ടി വരാറുണ്ട് ചിലരുടെ കാര്യങ്ങളിൽ. കാരണം ഈ 21 days ഒക്കെ ഇവരെ എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവരുടെ ആ സ്പേസ് ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അവരുടെ സ്ഥലത്ത് പോകാറുണ്ട്, അവരുടെ വീട്ടിൽ പോകാറുണ്ട് ചില സമയത്ത്, ചില ക്ലയൻസിൻ്റെയൊക്കെ. അപ്പോൾ മാഡം ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ചെയ്യണത് എനിക്കൊന്ന് കാണാൻ വേണമല്ലോ, എന്താണ് ഇവർ ഇതിൽ നിന്ന് മാറിയിട്ട്. ഒരു വളരെ ഈസി ആയിട്ട് ഈ അടുത്ത സമയത്ത് തന്നെ എനിക്ക് വന്ന ക്ലയൻസിൽ ഉയരത്തെ ഭയമുള്ള ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അവരെനിക്കിട്ട മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. മാഡം ഞാൻ ഇത്രയും നിലയ്ക്ക് മേലെ കയറി, 9, 10 നിലയ്ക്ക് മേലെ കയറി, അതിനുശേഷം എനിക്ക് താഴോട്ട് നോക്കിയിട്ട് ഒരു പേടിയും തോന്നിയില്ല. വെള്ളത്തിൻ്റെ ഈ ബണ്ടൊക്കെ കിട്ടില്ലേ, അപ്പം ആ ചെമ്മീൻ കൃഷിയുടെ ഒക്കെ ബണ്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ടും ഇവർക്ക് ഭയം തോന്നിയില്ല. കുറേ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഞാൻ ഇത്രയും ദൂരം എത്തിയോ എന്നവർക്ക് അവർ തന്നെ റിയലൈസ്. കാരണം നമ്മൾ ആ ലൂപ്പിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ സ്റ്റാമ്പ് ചെയ്തു. ഇനി അവർക്ക് അത് വരില്ല, ആ ഒരു പേടി വരില്ല, അതിൽ നിന്ന് മാറിയല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പാരൻസിൻ്റെ അടിയിടി ബഹളം മദ്യപാനം എല്ലാം കണ്ട് വളർന്നു വരുന്ന കുട്ടികളിലും ഈ ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ചിന്ത എല്ലാവരും അങ്ങനെയാണ്. അവർ വിവാഹം കഴിച്ചാലും അവരിലേക്ക് സംഭവിക്കപ്പെടുന്ന പാർട്ട്ണർ ബിഹാഫ് ഇങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക. അവരൊരു നെഗറ്റീവ് തോട്ട്സ് അവിടെ കൊടുത്തു ഓൾറെഡി. അപ്പോൾ പിന്നെ അത് തന്നെ സംഭവിക്കുള്ളൂ. അങ്ങനെയല്ലാതെ നമ്മൾ നേരത്തെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവായൊരു വേ അതിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത്. ഇപ്പം 2 ഭാഗത്തും കീനായിട്ട് വാച്ച് ചെയ്യുക, അച്ഛൻ്റെ ഭാഗത്തും അമ്മയുടെ ഭാഗത്തും വാച്ച് ചെയ്യുക. എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അമ്മയ്ക്ക് അതിൽ നിന്ന് വിട്ടു പോരാനായിട്ട് എവിടെയായിരുന്നു സ്പേസ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് വിട്ടു വരാതെ, അല്ലെങ്കിൽ അച്ഛൻ അതിൽ നിന്ന് വിട്ടു വരാതെ എങ്ങനെയാണ് ഇവർ ഇത്രയും ലീഡ് ചെയ്തിട്ടും ഇവർക്ക് ആ ഒരു എല്ലാം സഹിച്ച് കിടക്കുക എന്ന് പറയില്ലോ, അത് ലോക്കായി പോവുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ആ ലോക്കായ അവസ്ഥയിൽ ഇവർ വീണ്ടും അതിനെ സഹിച്ചിട്ട് ഈ കുട്ടികളെ കൂടി അത് ബാധിക്കുകയാണ്. ഇപ്പോൾ ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിനെ ബുദ്ധിമുട്ടിക്കും. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല ഡിവോഴ്സിനെ. പക്ഷേ എന്നാൽ കൂടിയും നിങ്ങൾക്ക് അവിടെ വർക്കൗട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിങ്ങളത് തുടരരുത്. നിങ്ങളത് തുടർന്ന് കഴിയുമ്പോൾ ഇവർക്ക് ട്രോമയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആ ഇമോഷൻസിനെ, അച്ഛൻ അമ്മ എന്നുള്ള ഇമോഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ആ ഫ്രീഡത്തിലേക്ക് അവർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവർ കംപ്ലീറ്റ്ലി ലോക്കാവുകയാണ്. അച്ഛനോടുമുള്ള സ്നേഹവും അമ്മയോടുള്ള സ്നേഹവും എല്ലാം കൊണ്ടും ലോക്കായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർക്ക് പോകാൻ പ്രയാസകരമായ അവസ്ഥയിലേക്ക് വരും. അവിടെയാണ് നമ്മൾ ഈ ടെക്നിക്കുകൾ, ധാരാളമുണ്ട് ടെക്നിക്കുകൾ, അതിൻ്റെ മെത്തേഡ്. അത് ഇവരുടെ ഈ ഒരു ട്രോമയുടെ ഡിഗ്രി എത്രയാണ് നമ്മൾ നോക്കും. അതിന് നോക്കിയിട്ടാണ് ഇവർക്ക് ഇത്രയും ദിവസം 14 days ആണോ 7 days ആണോ 21 days ആണോ നമ്മളതിൽ അവർക്കതിൻ്റെ. പക്ഷേ ഇതിൽ ഏറ്റവും ആളുകൾ ബുദ്ധിമുട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പല ടോക്സിക് റിലേഷൻഷിപ്പിലും ചെന്ന് പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൽ നിന്നൊരു റിലീഫില്ല. ചിലപ്പോൾ ആ ബന്ധം കഴിഞ്ഞു പോയിട്ട് 5-10 വർഷമായി കിടക്കും, പക്ഷെ ഇപ്പോഴും ആ ലൂപ്പിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നൊരു അവസ്ഥ പല ആളുകൾക്കുണ്ട്. ചിലപ്പോൾ ടോക്സിക് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ ട്രോമകളായിരിക്കാം. ഇത്തരത്തിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് അവർക്ക് അതിൽ നിന്നും പുറത്തു പോകണം, പക്ഷെ അതിൽ സ്റ്റക്ക് ഓൺ ചെയ്യണം. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും? ഇതിനെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അദ്ദേഹം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണോ അല്ലെങ്കിൽ ആ കുട്ടി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണോ തിരിച്ചറിയുക. നമ്മളുടെ അടുത്തേക്ക് വരുന്ന എനർജി പാർട്ട്ണർ, ഇപ്പം നമ്മളിലേക്ക് ഒരു അമ്പ് വരിക, ശരം വരികയാണ്, നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറും, അല്ലെങ്കിൽ അടുത്ത ആളെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു തീരുമാനം എടുത്തുകൂടാ? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൂടാ? അവിടെ നെഞ്ചി പിരിച്ചിട്ട് ഞാനിതെല്ലാം സഹിക്കും. ഇത് സഹിക്കുന്നതാണ് എൻ്റെ ക്വാളിറ്റി. എന്നെ ഉപദ്രവിക്കുമ്പോൾ അതെല്ലാം അടങ്ങിയിരുന്ന് കരയുന്നതാണ്. അത് തിരിച്ചുണ്ട് കേട്ടോ, പുരുഷന്മാരും ഉണ്ട്, ധാരാളമായിട്ട് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരെ നമുക്കറിയാം, ഇന്ന് ചുറ്റുപാടുകൾ ധാരാളമുണ്ട്, പക്ഷെ പറയുന്നില്ല. എൻ്റെ ചാനലിൽ ഞാനൊരു സബ്ജക്റ്റ് ഇട്ടിട്ടുണ്ട്, പുരുഷൻ കരഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ധാരാളം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്. ശരിയാണ് ഈ പറയുന്നത്, ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്നവരുണ്ട് ധാരാളം പേര്, ഗാർഹിക പീഡനം പുരുഷന്മാരനുഭവിച്ചിട്ട്. സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പം സ്ത്രീകളൊന്നും എൻ്റെ അടുത്ത് കമൻറ്റ് പറയണ്ടാട്ടെ ഈ ഒരു കാര്യത്തിൽ, സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്ത് മാത്രം
കാണുന്ന അനേകം ഉണ്ട് ഈ പീഡനം അനുഭവിക്കും. ധാരാളം പേരുണ്ട് കേട്ടോ, സ്ത്രീകളില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സെയിം ടൈം തന്നെ പുരുഷന്മാരും ഉണ്ട്. അതാണ് രണ്ട് സൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുക ആ വ്യക്തിയെ. ഒരു വിവാഹത്തിന് മുമ്പുള്ള നിങ്ങളുടെ ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെ ഫ്ലറിഷ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതിനെയല്ല നിങ്ങൾ നോക്കേണ്ടത്. ആ പാമ്പർ ചെയ്യുന്നതോ ആ റൊമാൻസ് സിറ്റുവേഷനിലുള്ള അവസ്ഥകളോ അതിനപ്പുറത്തേക്ക് ഈ വ്യക്തി എന്താണ് എന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ. അല്ലാതെ പോയിട്ട് പഴയ കാലഘട്ടമൊന്നുമല്ല, ഒട്ടും മനസ്സിലാക്കാൻ പറ്റാതെ ഓടിപ്പോയിട്ട് വിവാഹം കഴിക്കുക. പാരൻസ് പറഞ്ഞു വിവാഹം കഴിച്ചു, പിന്നെ അതിനുശേഷം എല്ലാം സഹിച്ച് ജീവിക്കുക. ആ കാലഘട്ടം അല്ല. കാലഘട്ടം ധാരാളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കിക്കൂടാ? അതിനുള്ള നോളജ് എന്തുകൊണ്ട് ഇല്ലാത്തത്? മറ്റനേകം കാര്യങ്ങളിൽ ഇവർക്ക് നോളജ് ഉണ്ടല്ലോ. ഈ കാര്യത്തിൽ നമ്മളിലേക്ക് വരുന്ന പാർട്ട്ണർ അത് വേണോ വേണ്ടേ, ഇത് ശരിയാവോ, ടോക്സിക് ആണോ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ, നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ ഇതാണെന്ന് പറയുമ്പോൾ അത് വേണ്ട, അത് ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. എൻ്റെ ഒരു ഇഷ്ടം ഞാൻ രാഹുലിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ രാഹുൽ അത് സ്വീകരിക്കുമോ? ഇല്ല. രാഹുലിൻ്റെ ഒരു ഇഷ്ടം എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ ഞാനും സ്വീകരിക്കില്ല. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പറയും അത് ഓക്കെ, ആ സ്പേസിന് ഇപ്പുറത്തേക്ക് വേണ്ട, ഇതിനപ്പുറത്തേക്കുള്ളതാണ് എൻ്റെ സ്പേസ്. നമ്മൾ പറയില്ല മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ തന്നെ അത് ഇമോഷൻസിനെയും കണക്ട് ചെയ്യാം, നമ്മളുടെ ജീവിതത്തെയും കണക്ട് ചെയ്യാം. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് വലിയ അവാർഡ് വാങ്ങുന്നതല്ല വൈവാഹിക ജീവിതം. നിങ്ങൾക്ക് പ്രോപ്പറായി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമാണോ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത്? അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ മാത്രം ആ ജീവിതം നിങ്ങൾ ലീഡ് ചെയ്യൂ. അല്ലാതെ നിങ്ങളുടെ ആ കഴിഞ്ഞ ദിവസത്തെ പ്രഹരവും കഴിഞ്ഞ ദിവസത്തെ വേദനകളും കൊണ്ട് നിങ്ങളുടെ ജോബിലേക്കും മറ്റും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജോബ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരാളോട് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരിക്കലും എല്ലാത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോകും. അങ്ങനെ ആയി ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ആത്മഹത്യ, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, മദ്യപാനത്തിന് അടിമയാവുക, സ്ത്രീകൾ ഉൾപ്പെടെ മദ്യപാനത്തിന് അടിമയാവുക, മറ്റു കൂട്ടുകെട്ടുകളിൽ പോവുക, അവിഹിത ബന്ധങ്ങളിൽ പോയി പെടുക, എക്സ്ട്രാ മെരിറ്റൽ അഫയേഴ്സ് ഒക്കെ. അല്ല, ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 35 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരുടെ, അതായത് 35 വയസ്സിന് ശേഷം ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജ് ഉണ്ട് പുരുഷന്. ആ ഒരു സ്റ്റേജിൽ അവരുടെ ആത്മഹത്യയുടെ 40-42 വയസ്സിനിടയ്ക്കും ആത്മഹത്യ കണക്കെടുത്ത് നോക്കിയാൽ പുരുഷന്മാരിൽ ഇന്നത് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇത് സഹിക്കപ്പെടുന്ന അവസ്ഥ. സഹിക്കുകയല്ല, അഡ്ജസ്റ്റ് ചെയ്യുകയുമല്ല, പരസ്പരം സംസാരിക്കുക. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതെ ഈ റൂട്ട് ഞാനിവിടെ കംഫർട്ടബിൾ അല്ല, എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടെ? നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് ഒരാൾ അനാവശ്യമായിട്ട് നമ്മളോട് സംസാരിക്കുക, അനാവശ്യമായിട്ടൊരു ദൃഷ്ടി വന്നാൽ നമ്മൾ പ്രതികരിക്കില്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും നമ്മൾക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ജീവിതത്തിൽ കൂടുതൽ നമ്മൾ കാണിച്ചാൽ നമുക്ക് ആ ജീവിതം സുന്ദരമാക്കി എടുക്കാൻ സാധിക്കും, ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ജീവിതത്തിൽ എപ്പോഴും ജീവിതത്തിൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വൈഡായ ഒരു ചർച്ച, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കണം, അതിൽ നിന്ന് പഠിക്കണം. എങ്ങനെയാണ് ഈ വ്യക്തി ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് ഇവർ നമ്മളവരുടെ ലൈഫിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അപ്രോച്ച് എന്നുള്ളത്. അതിലൂടെ എന്തൊക്കെ തലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, യാത്രകളെക്കുറിച്ച് ചർച്ച ചെയ്യാം, ഫുഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ബേസിക് ആയത് വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. വലിയ വലിയ ഗുരുക്കന്മാർ പറയുന്ന പോലെ വലിയ കാര്യങ്ങളിലേക്ക് ആ രീതിയിൽ സംസാരിച്ചാൽ ബോറടിക്കും. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതെന്താ ബുദ്ധിജീവിയോ, ഈ കുട്ടി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വസ്ത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കാരണം അതിലൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത്. വസ്ത്രധാരണ രീതി, സംസാര ശൈലി, ഭക്ഷണത്തിൻ്റെ രീതി. എനിക്കിഷ്ടമുള്ളത് കഴിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരാളുടെ ബേസിക് ആയ ഒരു ഫ്രീഡമാണ്. ആ ഫ്രീഡം പോലും ഇല്ലാതെ വന്നു കഴിയുമ്പം നമ്മുടെ ഇമോഷൻസ് കൺജസ്റ്റഡ് ആവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നൊരു ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് യോഗമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുക ജീവിതകാലം മുഴുവൻ? അവിടെ ഒരു 3 മാസത്തിനിടയ്ക്ക് തന്നെ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു 24 hours നിങ്ങൾ എന്താണ്, എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ അവിടെ റിയലൈസ് ചെയ്യുക. അതിനുശേഷം പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ വൈകി എഴുന്നേക്കുന്ന ഒരാളാണ്, ഓക്കെ ഞാൻ ഇത്ര സമയം, ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല, ഞാൻ ഈ സമയത്താണ് എഴുന്നേക്കുന്നത്. ആ സമയത്ത് ഒരു 5 മണിക്കും 4:30 മണിക്കും ഒക്കെ എണീക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള എഴുന്നേക്കുന്ന സമയം വ്യത്യാസപ്പെടും. 3:30 മണിക്കൊക്കെ നമ്മളൊക്കെ 3:30 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേക്കുന്നുണ്ട്. അല്ലാത്തവരോട് ഞാൻ പറയുന്നത് ഒരു 6 മണിക്കെങ്കിലും എഴുന്നേക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. ആ സമയത്തും നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളവിടെ തുറന്നു പറയാം, ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല. കാരണം ഈ അടുത്ത സമയത്തൊക്കെ വന്ന ഒത്തിരി കേസുകളിൽ രാവിലെ എഴുന്നേക്കുന്നില്ല, മിസ്സസ് രാവിലെ എഴുന്നേക്കുന്നില്ല, അദ്ദേഹത്തിന് 8 മണിക്ക് ഓഫീസിൽ പോകണം. രാവിലെ എഴുന്നേറ്റാലും മുഷാട്ടയായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്, ദേഷ്യപ്പെട്ടിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നൊരു കാര്യവുമല്ല, മറച്ചു വെക്കാൻ പറ്റുന്നൊരു കാര്യവുമല്ല. പക്ഷേ എന്നാൽ കൂടി ഇതിലൊരു ചെറിയ ഒരു എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. യെസ്,
നമ്മൾ വിചാരിക്കും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ അടുത്ത തലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് വസ്ത്രം, ആഹാരം, ഉറക്കം അല്ലെങ്കിൽ യാത്ര, ബേസിക് നീഡാ. ചില ആളുകളുണ്ട് യാത്ര തീരെ ഇഷ്ടപ്പെടാത്ത പുരുഷന്മാരുണ്ട്, യാത്ര തീരെ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുമുണ്ട്. അവരെന്താ സൗഹൃദങ്ങളിലൂടെ യാത്രകൾ സംഭവിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള യാത്രകളിലൂടെ സംഭവിക്കപ്പെടുമ്പോൾ അവർക്ക് വേറെ റിലേഷൻഷിപ്പും വരുന്നുണ്ട്. അതെ, ധാരാളം കേൾക്കുന്ന കാര്യമാണത്. ഭാര്യയ്ക്ക് വലിയ താല്പര്യമില്ല യാത്ര ചെയ്യാനായിട്ട്. അവിടെ ഓഫീസിൽ കൊളീക്കോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ കൂടെ യാത്രകൾക്ക് പോയി ഇവിടെയും അതൊരു ജലസി മൈൻഡിലേക്ക് വരുന്നുണ്ടാകും. അവരുടെ കൂടെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന് അപ്പം ചിന്തിക്കുന്നത് എനിക്ക് യാത്ര ഇഷ്ടമല്ല എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ ചിന്തിക്കുന്നത്. അവിടെ സന്തോഷമാണ്. അപ്പോൾ നമ്മളെന്തായി അധികപ്പറ്റായി. ആ യാത്രയിൽ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്നില്ല. നമ്മുടെ കൂടെ ഇദ്ദേഹം യാത്ര ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത്. കാരണം എന്താ, ഇദ്ദേഹം യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാ, ഇദ്ദേഹം വീട്ടിലടച്ചു കൂടിയിരിക്കുന്ന ആളാണ്, മിസ്സസോ അല്ലെങ്കിൽ ആരെങ്കിലും. അപ്പോൾ വൈഫ് യാത്ര പോയാലും ഹസ്ബൻഡ് യാത്ര പോയാലും അവർക്ക് അവിടെയാണ് സന്തോഷം, നമ്മുടെ കൂടെ ഇല്ല. ഇവരെ കൂടെ ഇരിക്കുന്നതിലാണ് ഇവർ സന്തോഷം കണ്ടെത്തുന്നത്, മറ്റൊരാളെ യാത്ര ചെയ്യുന്നത്. രണ്ടും എക്സ്ട്രീം അല്ലേ? അറിയത്തൂല്ല. എന്നാൽ രണ്ടുപേരും രണ്ടിടത്തും കംഫർട്ടബിൾ ആണ്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണ്, ഇവിടെ ഇദ്ദേഹവും വീട്ടിൽ അടങ്ങിയിരിക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്. പക്ഷെ അത് ഇങ്ങോട്ട് എടുത്തിട്ടാൽ ക്രോസായി. അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ഈ കുടുംബജീവിതത്തിൽ ഇതിപ്പം EFT പറഞ്ഞ് കുടുംബ ബന്ധങ്ങളിലേക്ക് വന്നു. ഇവിടെയും സംഭവിക്കപ്പെടുന്ന ആ ഒരു ട്രോമ ഉണ്ടല്ലോ, അത് ഡിവോഴ്സായി വേർപിരിഞ്ഞു. ആ ട്രോമ അവരിൽ സംഭവിക്കപ്പെടുന്ന സമയത്ത് വേറൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും. എന്നാൽ ഇവിടെ എനിക്ക് തിരുത്തേണ്ടതായ കുറെ ഏരിയാസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കില്ല. ആ ട്രോമയാണ് ക്യാരി ചെയ്യുന്നത്. അതിനെ നമ്മൾ റിയലൈസ് ചെയ്യിച്ച്, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഒരുപാടുണ്ട് ഈ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ. എന്തിനാണ് ഭാര്യയോട് അത്രയേറെ ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് ഭർത്താവിനോട് അത്രയേറെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് കാര്യം വ്യക്തമായി പറഞ്ഞാൽ, തുറന്ന് സംസാരിച്ചാൽ, ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ഫോൺ നോക്കാതിരിക്കുക. പേഴ്സണലി ഒരാളുടെ പേഴ്സിൽ നിങ്ങൾ അധികം അമിത ഇത് ചെലുത്താതിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിൽ അമിത സ്വാതന്ത്ര്യം എടുക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്ര ബേസിക് ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ പ്രശ്നങ്ങൾ കുറേയേറെ